അടുത്ത പ്രിലിംസ് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ UPSC ലെവലായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഈ വർഷത്തെ ഒരു പാറ്റേൺ ആയിട്ട് ബന്ധപ്പെട്ടാണ് തോന്നുന്നത്. UPSC പോയിന്റ് ഓഫ് വ്യൂലാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ കോമ്പിനേഷൻ കുറച്ച് ടഫ് ആയിരുന്നു. റീസണിംഗ് ഒക്കെ നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു. UPSCയുടെ പാറ്റേൺ ഉണ്ടായിരുന്നു. ഒരുപാട് ഒരു സെൽഫ് അസസ്മെന്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെതായ ക്വാളിറ്റി ഈ ടെസ്റ്റിനുണ്ടായിരുന്നു. നല്ല എല്ലാ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡഡ് ആയിരുന്നു. എല്ലാ ടോപ്പിക്കിൽ നിന്ന് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും എനിക്ക് നല്ല ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് തോന്നുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ UPSC പാറ്റേൺ തന്നെയായിട്ടാണ് തോന്നിയത്. സിസാറ്റില് ഇംഗ്ലീഷ് ഒക്കെ നല്ല അത്യാവശ്യം ടഫായിരുന്നു. കുഴപ്പമുണ്ടായിരുന്നില്ല. CSAT+ GSന്റെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഐ എം ജസ്റ്റ് 21 years. ഇതിൻ്റെ ഫസ്റ്റ് മോക്ക് ടെസ്റ്റാണ്. ഐ എം ഓൾസോ ടേക്കിംഗ് ഇറ്റ് ആസ് എ സെൽഫ് അസസ്മെൻറ്റ്. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻസ് പറയുമ്പം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതിൽ അപ്രോച്ചിങ് ആയിട്ട് സ്ട്രാറ്റജി ഐ ഡോണ്ട് ഹാവ് എനി ഓൾറെഡി സ്ട്രാറ്റജി എനിക്കൊന്നുമില്ല. ഇതുപോലെ എക്സാം എഴുതിയിട്ട് പരിചയപ്പെടാന്നുള്ളതാണ്. അതിൽ എനിക്ക് ക്വസ്റ്റ്യൻസിനെ പരിചയപ്പെടാൻ പറ്റി, ഒന്നാമത്തെ കാര്യം. പിന്നെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ ലോജിക്കലായിട്ട് തോന്നി എനിക്ക്. ഇനിയിപ്പോൾ ഞാൻ വിത്തൗട്ട് സ്റ്റഡിങ് അല്ലെങ്കിൽ വിത്തൗട്ട് പ്രിപ്പയർഡ് ആയിട്ടാണ് ഞാൻ ഈ എക്സാം എഴുതാൻ വേണ്ടി വന്നതെങ്കിൽ എനിക്കത് വായിക്കുമ്പം അതായത് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്, ഒരു തിങ്കിങ് പറ്റുന്നുണ്ട്. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസായി തോന്നി.